കപ്പയും ബീഫും കിഴി വെച്ചത്. ഇന്ന് ചെയ്യാൻ പോകുന്നത് കപ്പ ബിരിയാണിയല്ല, അതിനേക്കാളും സൂപ്പർ ടേസ്റ്റിൽ കപ്പയും ബീഫും കിഴി വെച്ചതാണ്. അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യാനും മറക്കരുത്. കപ്പയും ബീഫും കിഴി വെക്കാൻ വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം, കുറച്ച് കറിവേപ്പില ഇടാം, ഒരു ചെറിയ വലിയുള്ളി, ഒരു 10-15 അല്ലി വെളുത്തുള്ളി, ഒരു 10 അല്ലി ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, 2 പച്ചമുളക്, ഒരു ചെറിയ തക്കാളി, അല്പം മല്ലിയില. ഇതെല്ലാം കൂടെ നമുക്കിനി ഒരു മൺചട്ടിയിലേക്ക് ഇട്ടെടുക്കാം. ഞാനിവിടെ വിറകടുപ്പിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അതെന്തിനാണെന്ന് വീഡിയോ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞു തരാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ വലിയ ജീരകപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇനി കൈ കൊണ്ട് നല്ല ഞെരടി തിരുമ്മി ചതച്ച പോലെ ആക്കണം. നന്നായി തിരുമിയതിന് ശേഷം വൃത്തിയാക്കി വെച്ച 1/2 കിലോ ബീഫ് കൂടെ ഇതിലേക്ക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രഷർ കുക്കർ ഉപയോഗിച്ചിട്ടും വേവിച്ചെടുക്കാം. ഇനി ബീഫ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കുറുകിയ ചാറോട് കൂടി വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഗ്രേവി വറ്റിച്ചെടുക്കരുത്, കാരണം നമുക്ക് കിഴി വെക്കുമ്പോൾ കപ്പയുടെ മേലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ലോണം ചാറ് വേണം. അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ബീഫ് നമുക്ക് വേണ്ട അത്ര ഗ്രേവിയോട് കൂടി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കിഴി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റാൻഡ്, മൈക്രോവേവിൽ വെക്കുന്ന ഒരു സ്റ്റാൻഡാണ് വെച്ചെടുത്തിട്ടുള്ളത്. ഇനി വാഴയില നന്നായിട്ട് വാട്ടിയതിന് ശേഷം ബീഫിൻ്റെ കഷ്ണങ്ങൾ മാത്രം നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് കറിവേപ്പിലയും വെച്ച് വെളിച്ചെണ്ണ അത്യാവശ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് നല്ല കുറുകിയ ചാറ് ഇഷ്ടംപോലെ ഒഴിച്ചു കൊടുക്കണം. ഡ്രൈ ആവാത്ത രീതിയിൽ വേണം നമുക്കിത് കിട്ടാൻ വേണ്ടിയിട്ട്. ഒരല്പം മല്ലിയിലയും വലിയ ഉള്ളി മുറിച്ചതും പിന്നെ കുറച്ച് തേങ്ങ വറുത്തെടുത്തത്, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് കിഴി കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കിത് നല്ല കനലുണ്ട്, അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കുന്ന പോലെ ചെയ്യാം. ചൂടൊട്ട് പോവാതിരിക്കാൻ വേണ്ടി ഇതുപോലെ സീറ്റിംഗ് ആയി നിൽക്കുന്ന ഒരു പാത്രം കമഴ്ത്തി വെച്ചെടുക്കാം. നമ്മൾ പിന്നീട് കത്തിക്കുന്നില്ല, ഇത് ആ കനലിൽ മാത്രം ചെയ്യാണ്. അപ്പോൾ കുറച്ച് സമയം കൂടുതൽ വെക്കേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം ഇതാ നമ്മളത് കിഴിയായിട്ടുണ്ട്. തുറക്കുമ്പോൾ തന്നെ അസാധ്യ മണമാണ്, ഒരു രക്ഷയില്ല. വാഴയില വാട്ടിയതിൻ്റെയും ചുട്ടെടുത്തതിൻ്റെയും കപ്പയുടെയും ബീഫിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ഒരു സ്വാദും മണമാണിതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇതുപോലൊരു സെറ്റപ്പ്, നിങ്ങൾക്കൊരു വിറകടുപ്പ് ഉപയോഗിക്കാൻ പറ്റാത്തൊരു രീതിയാണെങ്കിൽ നിങ്ങൾ പിന്നെ സാധാരണ നമ്മൾ മീൻ പൊള്ളിച്ചെടുക്കുന്നത് പോലെ ഫ്രൈങ് പാനിൽ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫും കിഴി വെച്ചത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.